കഴിഞ്ഞ കുറേ ദിവസമായി ലോകം ചർച്ച ചെയ്യുന്നത് ഇറാന്റെ പക്കൽ ആണവായുധങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നതാണ്. ട്രംപും ഇസ്രയേലും അടക്കം പറയുന്നത് ഇറാന് ആണവായുധം നിർമ്മിക്കാൻ ഏത് നിമിഷവും കഴിയുന്ന തരത്തിലേക്ക് ഇറാൻ വളർന്നു എന്നതാണ്. എന്നാൽ അമേരിക്കയുടെ ഇന്റലിജൻസ് മേധാവി തുളസി ഗബാർഡ് അടക്കം പറയുന്നത് അങ്ങനെ ഒന്നില്ല എന്നുകൂടി പറയുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇറാനിൽ നിന്നൊരു വലിയ വാർത്ത തന്നെ പുറത്തെത്തുന്നത്. ഇറാനിലെ സൈംനാൻ പ്രവിശ്യയിൽ നടന്ന ഒരു സംഭവമാണ് ഇപ്പോൾ വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുന്നത്. സൈംനാൻ എന്ന് പറയുന്ന പ്രദേശം അവരുടെ മിസൈൽ കേന്ദ്രം കൂടിയാണ്. ഇതിന് 35 കിലോമീറ്റർ അകലെ തെക്കു പടിഞ്ഞാറൻ പ്രദേശത്ത് റിക്ടർ സ്കെയിലിൽ 5.2 തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂകമ്പം നടന്നിരിക്കുന്നു. 10 കിലോമീറ്റർ ആഴത്തിലാണ് ഈ ഭൂകമ്പം നടന്നത് എന്ന് GFZ റിപ്പോർട്ട് ചെയ്യുന്നു. പുലർച്ചെ 5:49 അവിടുത്തെ പ്രാദേശിക സമയത്തായിരുന്നു ഈ സ്ഫോടനം നടന്നിരിക്കുന്നത്. ഇതിന് സമാനമായി തന്നെ ഒക്ടോബർ ആദ്യ വാരം ഇതേ അളവിലുള്ള ഒരു ഭൂകമ്പം ഇതേ പ്രദേശത്ത് തന്നെ നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ അടുപ്പിച്ചുള്ള രണ്ട് ഈ ഭൂകമ്പങ്ങളുടെയും ആ തീവ്രതയും ഒപ്പം തന്നെ അതിൻ്റെ ആഴവും 10 കിലോമീറ്റർ ആഴത്തിലാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ ആ രണ്ട് ആഴങ്ങൾ കൂടി കണക്ക് കൂട്ടുമ്പോൾ ഇത് ഇറാൻ നടത്തിയ ആണവ പരീക്ഷണമാണ് എന്നൊരു വലിയ ചർച്ചയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങുന്നത്. എന്നാൽ ഇതിനെക്കുറിച്ച് ഇറാൻ ഔദ്യോഗികമായി ഒന്നും തന്നെ പറയുന്നില്ല. ഇതിനിടയിൽ ഈ ഒരു വാർത്തയ്ക്ക് തൊട്ടു പിന്നാലെയാണ് ട്രംപ് വീണ്ടും ഒരു ആക്രമണത്തിനുള്ള ആക്കം കൂട്ടിക്കൊണ്ട് മേഖലയിൽ പശ്ചിമേഷ്യൻ മേഖലയിൽ ആകെ അവരുടെ പ്രവർത്തനം ഊർജിതമാക്കുന്നത്. നിലവിൽ നടക്കുന്ന അനുരഞ്ജന ചർച്ച ഫലം കാണില്ല എന്നും ഏത് നിമിഷവും പശ്ചിമേഷ്യയിലുള്ള അമേരിക്കയുടെ വ്യോമത്താവളങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയേക്കാം എന്നും അമേരിക്ക ഭയക്കുന്നു. അതിനു മുൻപ് തന്നെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ അമേരിക്കയുടെ മുൻപിലുള്ള ലക്ഷ്യവും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.